എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാത്രമല്ല, ഇന്ന് വിഷ്ണു സാറും നിങ്ങളോടൊപ്പം ഉണ്ട്. വിഷ്ണു സാർ നമ്മുടെ കറണ്ട് അഫയേഴ്സ് അധ്യാപകനാണ്. ഇതിനോടൊപ്പം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു കാണും. എന്തുകൊണ്ട് വിഷ്ണു സാറും എന്നോടൊപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് LDC നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പാവങ്ങളുടെ IAS എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷയാണ് അല്ലേ സാറേ? ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുകയും നമ്മുടെ PSC ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മറ്റൊരു പരീക്ഷ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതെ, എല്ലാവരും ഒന്ന് ഉണർന്നെഴുന്നേക്കുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പുകളും ഓഫ്ലൈൻ സെന്ററുകളും ഒക്കെ ഉദ്യോഗാർത്ഥികളും എല്ലാം ഒരു PSC എന്ന് വെച്ചാൽ LDC ആണ്. അതെ അതെ, നമ്മളിപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാലും മറ്റേത് പരീക്ഷകൾ വന്നാലും ആ PSC എന്ന് ഉണർന്നെഴുന്നേക്കുന്നത് LDC വരുമ്പോഴാണ്. കാരണം സാറ് പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ IAS. അതെ, അത് മാത്രമല്ല ഇഷ്ടം പോലെ വേക്കൻസി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ 10,000-ഓളം നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു 14 ജില്ലകളിലായിട്ട്. ഈ തവണയും അതുപോലുള്ള നിയമനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല പ്രൊമോഷൻ സാധ്യത, അതിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായും നമുക്കൊരു തഹസിൽദാർ റേഞ്ചിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. കാരണം നമ്മൾ എത്ര കുറഞ്ഞ പ്രായത്തിൽ സർവീസിൽ കയറുന്നു, അതെ, അത്രയും ഇതിൽ നമ്മുടെ പ്രൊമോഷൻ അങ്ങനെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സാധ്യതയാണ്. അപ്പോൾ പ്രൊമോഷൻ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ഒരു പരീക്ഷയാണെന്ന് നമുക്കറിയാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. ഇപ്പോൾ സാധാരണ ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷകളെ പറ്റി ഇപ്പോൾ പറയുന്ന ഈ അടുത്ത ഒരു 2 വർഷത്തിനിടയ്ക്ക് പറയുന്ന ഒരു പരാതിയാണ്, പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ നിലവാരം ഉയർന്നു പോകുന്നു, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ LDCയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനേക്കാൾ ആദ്യം ജോലിയിട്ട് നിങ്ങൾക്കായിരിക്കും. കാരണം നിങ്ങൾ ആ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ആ 1.5 വർഷത്തേക്ക് നടത്തുന്ന സമർപ്പണം, അതാണ് നിങ്ങളുടെ ജോലി, ഡെഡിക്കേഷൻ ആണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ M.Tech B.Tech ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട നിങ്ങളൊരു ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായ +2 പാസ്സായ ആളാണ്, നിങ്ങൾ ആ 1.5 വർഷം നിങ്ങൾ എത്രത്തോളം സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ജോലി. അതാണ് ഈ LDC പരീക്ഷയുടെ പ്രത്യേകത. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ ഇവിടെ വിഷയമല്ല, നിങ്ങളുടെ ആ 1.5 വർഷത്തെ സമർപ്പണം, അതാണ് അല്ലേ സാർ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമുക്കറിയാം കറണ്ട് അഫയേഴ്സ്, സാറിന്റെ വിഷയം കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു പരീക്ഷ, എത്ര 20 മാർക്ക് കറണ്ട് അഫയേഴ്സ്. അതെ. അപ്പോൾ എങ്ങനെയാണ് ആ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് സാറേ? കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ കാരണം, കഴിഞ്ഞ LDCക്ക് എന്ന് വെച്ചാൽ അവർ കേന്ദ്ര മന്ത്രിസഭ രൂപീകരിച്ച് 1 മാസമായിട്ടുള്ളായിരുന്നു. കഴിഞ്ഞ തിരുവനന്തപുരം LDCക്ക് അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അതായത് 1 മാസം മുമ്പ് രൂപീകരിച്ച കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒരു ചോദ്യം കഴിഞ്ഞ LDCക്ക് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം LDC. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നു, പരീക്ഷയുടെ 1 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നു. മാത്രമല്ല, ഒരു 2 വർഷം മുതൽ 1 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കുക. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, അത്രത്തോളം വ്യാപ്തിയുണ്ട് ആ വിഷയത്തിന്. മാത്രമല്ല, അടുത്തൊരു വിഷയം കൂടിയുണ്ട്, മറ്റെല്ലാ വിഷയങ്ങളും ഒരു നിശ്ചിത ശതമാനം സിലബസ് ഉണ്ട്, നിങ്ങൾക്ക് ആ പരിധിക്കുള്ളിൽ പഠിച്ചു തീർക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും സാറിന് തന്നെ അറിയാം, ഇംഗ്ലീഷിന് ഒരു വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ പഠിക്കണം. മാത്സ് ആയാലും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എല്ലാം ഒരു വ്യവസ്ഥാപിതമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര പഠിച്ചാൽ മതി. പക്ഷേ കറണ്ട് അഫയേഴ്സിന് അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എന്തും ചോദിക്കാം. ഈ ചോദ്യം ഇടുന്ന ആൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ചോദ്യം വരുന്നു, അത് അപ്പോഴേ എടുത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മൾ അത്രത്തോളം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതപ്പോൾ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. സാറ് പറഞ്ഞ അനുസരിച്ച് 2 വർഷത്തോളമുള്ള കറണ്ട് അഫയേഴ്സ്, 1 മാസം മുമ്പ്, പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചോദിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയാൻ കാരണം. നമ്മുടെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് കേന്ദ്രമന്ത്രിസഭ രൂപീകരിച്ചു. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം LDC. അപ്പൊ ഞാൻ ആ പരീക്ഷ എഴുതാൻ പോയതാ. അപ്പോൾ അതിൽ ചോദ്യമായിരുന്നു, നിലവിലെ കേന്ദ്ര കായിക മന്ത്രി ആര്? മൻസുഖ് മാണ്ഡവ്യ. അപ്പൊ അതാണ് ഞാൻ ഇത്ര എടുത്തു പറയാൻ കാരണം. ഓക്കെ സാർ, അത് വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടിയാണ് പറഞ്ഞത്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്കുണ്ട്. ഓരോ വിഷയത്തിനും എത്ര മാർക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാം. സോ LDC 2027 പഠിച്ചു തുടങ്ങാം. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. സോ നമ്മളിപ്പോൾ നമ്മുടെ വിഷയം 2027 LDC ആണ്. നമ്മളൊരു ലോങ് ടൈം ബാച്ച് ചലഞ്ചർ ആപ്പിൽ ആരംഭിക്കുന്നു. എൻ്റെയും വിശാഖ് സാറിൻ്റെയും വിഷ്ണു സാറിൻ്റെയൊക്കെ ശ്രീകുട്ടി മിസ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു ഗംഭീരമായ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കാരണം പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം. പല ഉദ്യോഗാർത്ഥികളും ചോദിക്കും, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ലല്ലോ, എന്തിനാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങും, ഇപ്പോഴേ പൈസ കളയുന്നത് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ തവണ LD റാങ്ക് ലിസ്റ്റിൽ അവസാനമൊക്കെ റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാർ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതെ, കാരണം അവർ പലരും, നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പല ഉദ്യോഗാർത്ഥികൾ നമ്മളെ ഒന്ന് കണ്ട് പറയാറുണ്ട്, സാറേ ഞാനൊരു 3 മാസം മുമ്പ് പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് മേടിക്കായിരുന്നു, ഒരു 3 മാർക്ക് കൂടെ അധികം മേടിക്കായിരുന്നു. കാരണം നിങ്ങൾ ആലോചിക്കുക, അവർക്കൊരു 3 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവർ ടോപ്പ് 50 വന്നേനെ. അതെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ
ഇപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ, അപ്പൊ ഞങ്ങൾ എല്ലാവരും PSC മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണിത്. പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ചൂട് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വിജ്ഞാപനമൊക്കെ വന്നതിന് ശേഷം, വിജ്ഞാപനമൊക്കെ വന്ന് ബാക്കി പിള്ളേരൊക്കെ ഒന്ന് ചൂടാകുമ്പോഴാണ് നമുക്കും ചൂടാവുന്നത്. അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് അത്രയും സമയം കുറയുകയാണ്. അതേസമയം നമ്മൾ ഒരു 1.5 വർഷം മുമ്പേ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റൂട്ട് മനസ്സിലാവും. അതെ, ഏർലി ബേർഡ് ക്യാച്ചസ് ദ ഫ്ലൈ എന്നൊരു പ്രോവർബനുണ്ട്. നേരത്തെ തുടങ്ങുന്നവൻ നേരത്തെ എത്തി. എല്ലാവരും കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു, എല്ലാവരും ഒരുപാട് നേരത്തെയാണ്. ഞാൻ പല വീഡിയോസും ശ്രദ്ധിച്ചിരുന്നു, അതിനകത്ത് വന്ന് പറയുന്നത് എല്ലാവരും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. നിലവിൽ നിയമനങ്ങളൊന്നും ഇല്ല, ഇതിനകത്ത് നാളെ എടുത്തിട്ട് പോരെ, അല്ലെങ്കിൽ എടുത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് സാറേ പഠിക്കേണ്ടവരെല്ലാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാത്രം ഇതൊക്കെ പറഞ്ഞ് പിന്നോട്ട് മാറി ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ 2027 വരാൻ പോകുന്ന LDC പരീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ റൂമറുകളും ഒന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ നല്ല ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെന്ററോ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഒരു PSC അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ കസിന്, അത് എൻ്റെ മാമൻ്റെ മോക്ക് 24 വയസ്സേ ഉള്ളൂ. 24 വയസ്സ്, തിരുവനന്തപുരം LD 42 റാങ്ക്. ആലോചിച്ച് നോക്കുക, 24ാമത്തെ വയസ്സിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അവിടെ 42ാമത്തെ റാങ്ക് ആ കുട്ടിക്ക് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ പ്രായം ഒരു വിഷയമല്ല. അല്ല ഇപ്പൊ പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയും. ചിലരുടെയൊക്കെ അവസാന ചാൻസ് ആണ്. അത് മാത്രമല്ല, നാളെ അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സമയവും നമുക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നമുക്കറിയാം 2026 ഒക്ടോബർ നവംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള ഏകദേശ സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. ഏറ്റവും ചെറിയ ഒരു യോഗ്യതയാണ്. 10ാം ക്ലാസ് മുതൽ ഏത് യോഗ്യത ആയിക്കോട്ടെ, യോഗ്യതയുള്ള ആർക്കും എഴുതാം. സാർ, ഈ യോഗ്യതയെ പറ്റി എന്താണ് സാറിന് പറയാനെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പൊ M.Tech എഴുതാറുണ്ട്, B.Tech എഴുതാറുണ്ട്, 10ാം ക്ലാസ് പാസ്സായ ആൾക്കാർ എഴുതാറുണ്ട്, +2 പാസ്സായ ആൾക്കാർ എഴുതാറുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ജോലി കിട്ടുന്നത് 10ാം ക്ലാസ് പാസ്സായ ജസ്റ്റ് 10ാം ക്ലാസ് ഉള്ളവർക്കായിരിക്കാം. കാരണം ചിലപ്പോൾ ഡിമാൻഡ് അവർക്കായിരിക്കാം കൂടുതൽ. B.Tech MBA കഴിഞ്ഞ ഒരാൾക്ക് പരീക്ഷ എഴുതിയാൽ പോലും ചിലപ്പോൾ ലിസ്റ്റിനകത്ത് വരത്തേ ഉള്ളൂ. അവിടെ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ചോദിക്കും 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് എങ്ങനെ കിട്ടി? കാരണം അവർ കറക്റ്റ് സിലബസ് ഫോളോ ചെയ്തു, അവർ നേരത്തെ പഠിച്ചു തുടങ്ങി, അവർക്ക് കിട്ടിയ അവസരം അവർ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു. ഇവിടെ നമുക്കൊരു ഡിമാൻഡാണ്. ഇപ്പം ഈ പറയുന്ന യോഗ്യതയ്ക്കൊക്കെ അപ്പുറത്ത് എനിക്ക് വേണം എന്ന് അത്രമാത്രം. ഇപ്പം ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം തേടി കണ്ടുപിടിക്കും. ജോലി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതുപോലെ തന്നെയാണ്. കാരണം ഇത് എത്രമാത്രം ആവശ്യമായിട്ട് വരുന്നു, അതിനിപ്പോ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ഒരു വിഷയമല്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ഇരിക്കുന്ന പലരും ഈ പറയുന്ന ഒരു ഹൈ ക്വാളിഫിക്കേഷൻ ഒന്നും ഉള്ളവരല്ല, ആവറേജ് സ്റ്റുഡൻസ് ആണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരെ പറ്റി പറയില്ല. നമ്മൾ PSC ക്ലാസ്സിൽ നിന്നിരിക്കുന്ന സമയത്ത് തന്നെ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരും ക്ലാസ്സിലുണ്ടാവും, ജസ്റ്റ് 10 +2 കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും. ഈ ആ PSC എന്ന മേഖലയിൽ ഉദാഹരണത്തിന് AR റഹ്മാന് സംഗീതത്തെ പറ്റി എല്ലാം അറിയാം, സച്ചിൻ ടെണ്ടുൽക്കറും ക്രിക്കറ്റിനെ പറ്റി എല്ലാം അറിയാം. ഇനി സച്ചിൻ്റെ അടുത്ത് നിന്ന് സംഗീതത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. റഹ്മാന്റെ അടുത്ത് ക്രിക്കറ്റിനെ പറ്റി ചോദിച്ചാലും ചിലപ്പോൾ അതേപോലെയാണ് PSC. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് ആ 10ാം ക്ലാസ് കഴിഞ്ഞ ആളായിരിക്കാം അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഞാൻ ഈ LDയുടെ കാര്യം പറയുകയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ ഇവിടെ ബാധകമല്ല. നിങ്ങൾ ആ 1.5 വർഷം, ഇനിയുള്ള ഒരു 1.5 വർഷം നിങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു, അത് മാത്രമായിരിക്കും നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. സോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞങ്ങൾ വന്നത് ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതായത് പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന 2028 ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ഇതിന്റെ സിലബസ് കൂടെ ഒന്ന് പറയാം. ഇവിടെ ഞാൻ എൻ്റെ വേക്കൻസി നമ്മൾ പറഞ്ഞു, എനിക്ക് 10,000-ന് മുകളിൽ നിയമനങ്ങൾ നടന്നു എന്നാണ് അറിവ്. ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒഴിവെന്ന് പറഞ്ഞാൽ 7,500 മുതൽ 8,000 വരെയുള്ള അത്രയും നിയമനങ്ങൾ നടക്കില്ല എന്നുള്ള അതുകൊണ്ടല്ല പറഞ്ഞത്. ബട്ട് ഈ ഒരു കൂടുതൽ നിയമനങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എങ്കിലും അതിലൊരു കാര്യം പറയണ്ടേ സാറേ, ചില ഉദ്യോഗാർത്ഥികൾ ചോദിക്കും ലിസ്റ്റ് വീണാൽ ജോലി കിട്ടുമെന്ന്. ഇപ്പം നമ്മുടെ പുതിയ PSCയുടെ ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പം കറക്റ്റ് ഒഴിവ് വേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോഴെന്ന് വെച്ചാൽ 100 പേരെ വേണമെങ്കിൽ അവർ 100 പേരുടെ ലിസ്റ്റ് ഇടുന്നുള്ളൂ. മുമ്പെന്ന് വെച്ചാൽ 300 പേരുടെ ലിസ്റ്റ് ഇടും. അതിലിപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേർക്ക് ജോലി കിട്ടും, ബാക്കി 200 പേര് സമരം ചെയ്യാൻ പോകും. അപ്പൊ അതുകൊണ്ട് ഇവർ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, ഇപ്പൊ എത്ര വേണോ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഗുണം കൂടിയുണ്ട്. എന്താണ്? ലിസ്റ്റിൽ വന്നാൽ 95% ജോലി ഉറപ്പാണ്. അവിടാണ് അതിൽ ഏറ്റവും വലിയ പ്രസക്തി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിച്ചാൽ, നമ്മൾ ഒരുമിച്ചൊക്കെ ഇറങ്ങിയാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ഇനി ഇതിൻ്റെ
സിലബസ് നമുക്കൊന്ന് പറയാം. സാറ് തന്നെ ആ ഓരോ സിലബസ് ഒന്ന് പറഞ്ഞു പൊക്കോളൂ. നോക്കൂ, ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്, ജീവശാസ്ത്രം പൊതുജനകാരോഗ്യം 6 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. നോക്കൂ, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. കറന്റ് അഫയേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. 5, 6, 3 ഒക്കെയാണ്. കറന്റ് അഫയേഴ്സിന്റെ കാര്യം വരുമ്പോൾ 20 മാർക്ക്. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിലായിരുന്നെങ്കിൽ ഇംഗ്ലീഷും മലയാളവും മാത്സും ആണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറന്റ് അഫയേഴ്സ്. നോക്കൂ, ഇംഗ്ലീഷും മലയാളം, മാത്സും കറന്റ് അഫയേഴ്സും കൂടെ 50 മാർക്കാണ് അല്ലേ സാറേ? അപ്പം അവിടെ നമുക്ക് പകുതി മാർക്ക് GK പോകുമ്പം ആനുകാലിക ഇപ്പുറത്തോട്ട് മാറുകയാണെങ്കിൽ 50 മാർക്ക് ഇവിടെ സ്ട്രോങ് ആണ്. 4 വിഷയങ്ങളാണ് 50 മാർക്ക് തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ബാക്കി എല്ലാ വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് അധിഷ്ഠിതമാണ്. അതെ, ഇത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് പഠിച്ചുകൊണ്ട് പോകണം. അതെ, വെർബ്സ്, ഇംഗ്ലീഷ് തന്നെ നൗൺസ്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് പിന്നെ LDC ഒക്കെ പൊതുവെ സിമ്പിൾ ആയിരിക്കും സാറേ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ടിപ്സ് ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ തന്നെ ഇംഗ്ലീഷ് 10 മാർക്ക് നേടാൻ പറ്റും. വൊക്കാബുലറി ഒക്കെ ചോദിക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം LDC കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ്, മാത്സ്, ഈ പറയുന്ന ഭാഗം, കറന്റ് അഫയേഴ്സ് ഭാഗം നിങ്ങൾ അവിടെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, എല്ലാം സെറ്റാണ്. അതുപോലെ ഓരോ വിഷയങ്ങളും, ബാക്കിയുള്ള വിഷയങ്ങൾ മാർക്ക് 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 3 മാർക്കാണ്. അപ്പം നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പിന്നെ ഹോട്ട് ടോപ്പിക്സുകൾ എയിം ചെയ്ത് തന്നെ പഠിക്കണം. നല്ലൊരു ഗൈഡൻസോട് കൂടി പഠിക്കണം. നല്ല ഒരു ആപ്പിൻ്റെ ഭാഗമായി പഠിക്കണം. നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകളേക്കാൾ ഉപരി, ഞാനത് പറയുന്നത് ഞാനിവിടെ വന്നതിൻ്റെ ഒരു മനസ്സിലാക്കിയൊരു കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു സൈഡ് സോഷ്യൽ മീഡിയയിലൂടെ അധ്യാപകരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കാൾ മേലെയാണ് ആപ്പ് എന്ന് പറയുന്നത്. ആപ്പിൽ നമുക്ക് കിട്ടുന്ന ഡെയിലി കറന്റ് അഫയേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ, കണ്ടമാനം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ. ഇതുപോലെ ഇന്റർഫേസ് ഉള്ള വേറെ ആപ്പില്ല. അത് ഏത് ആപ്പിനകത്ത് കയറിയാലും അതില് കോഴ്സിന്റെ വിവരങ്ങളും അതൊക്കെ ഉള്ളൂ. ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മള് കയറി കഴിഞ്ഞാൽ അറിയാതെ നമ്മളത് അതിന്റെ ഭാഗമാണ്. സാറേ, ഈ 2019 മുതൽ ഈ ആപ്പ് നിലനിന്നു, ഇന്ന് 2026 എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഏറ്റവും മേജർ കാരണം എന്ന് പറയുന്നത് ആപ്പിന്റെ ഫീച്ചേഴ്സ് ആണ്. ആപ്പിൽ കയറിയവരാരും നിരാശപ്പെടില്ല. അത്രമാത്രം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇത്ര ദിവസങ്ങളേ ഉള്ളൂ, എനിക്കിനി 20 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾ അടിച്ചു കൊടുക്കുന്നു, ആ പരീക്ഷ 20 ദിവസം കൂടെ ഉള്ള നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ 20 ദിവസം എന്തൊക്കെ പഠിക്കണം, ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് തരാൻ ഒരു അധ്യാപകനെ പോലെ ഗൈഡ് ചെയ്യാൻ ഒരു ആപ്പിന് കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പം പകുതി ആപ്പ് സെറ്റാണ്, പകുതി അധ്യാപകരുടെ ടാലൻസ്, അതും എടുത്ത് രണ്ടും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്നു. ഒരുപാട് ആപ്പുകളുണ്ട്. ഇപ്പം നമ്മുടെ ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് 1-2 ആപ്പുകൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ 90ഓളം ആപ്പുകളുണ്ട്. ഫ്രീ ക്ലാസ് കിട്ടുന്ന 100 കണക്കിന് ചാനലുകളുണ്ട്. ടെലിഗ്രാമിൽ ക്ലാസ് കൊടുക്കുന്നവരുണ്ട്. ഓരോരുത്തരും ഓരോ അക്കാഡമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന മുളച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, സോഴ്സുകളുണ്ട്. പക്ഷെ സ്വയം വിലയിരുത്തുക, ഏത് ആപ്പിലേക്ക് ഏത് കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് ഗുണപ്രദമാകും എന്ന് മാത്രം നിങ്ങൾ തീരുമാനിക്കുക. ആ ചോയ്സ് നിങ്ങൾക്ക് വിട്ടുതരുന്നു. നമുക്ക് ആ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടണം. അതെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പോലെ 2 വർഷം കൊണ്ടുള്ള ഒരു കോഴ്സ് അല്ല. ഡിഗ്രി പോലെ 3 വർഷം കൊണ്ട് പഠിച്ചെടുത്ത് സർട്ടിഫിക്കറ്റ് പഠിക്കാൻ പറ്റുന്ന കോഴ്സല്ല. ഇവിടെ ഒരു കാലയളവില്ല. ഇവിടെ കാലയളവ് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഇവിടെ പരീക്ഷ എഴുതുന്നവർ ഡെഡിക്കേഷൻ. അതെ, നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യും. ഒരു SI ഉദ്യോഗാർത്ഥി എന്നോട് സംസാരിച്ചാണ്. അയാൾ ജോലി കിട്ടി കഴിഞ്ഞപ്പം ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അയാൾ ഉദ്യോഗാർത്ഥിയോട് സംസാരിച്ചവൻ പറഞ്ഞ കാര്യം, 10 മാസം കൊണ്ട് പഠിച്ച് ലിസ്റ്റിൽ വന്നവരുമുണ്ട്, 10 വർഷമായിട്ട് പഠിച്ച് ശ്രമം ഉപേക്ഷിച്ചവരുണ്ട്. ഈ മേഖലയിൽ പരാജയപ്പെട്ടവരാണ് വിജയിച്ചവരെക്കാൾ കൂടുതൽ. പിന്നെ നമ്മുടെ ശ്രമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ശ്രമങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു, എവിടെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത്, നമുക്ക് നേടിയെടുക്കാൻ കഴിയും. 1.5 വർഷം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വേറൊന്നുമല്ല. ഞാനിപ്പോൾ എൻ്റെ ഉദ്യോഗാർത്ഥികളെ ഒരിക്കലും ഇതിനകത്ത് അങ്ങ് പിടിച്ചു നിൽക്കണമെന്ന് പറയത്തില്ല. ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ജോലി കിട്ടിയിട്ടേ മാറാവുള്ളൂ, നിങ്ങൾ 15 വർഷമായാലും വിടരുത് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം, അല്ലെങ്കിൽ ഒരു 2.5 വർഷം, 3 വർഷം, മാക്സിമം 3 വർഷം ഫുൾ എഫർട്ട് ഇടുക. കിട്ടിയില്ലെങ്കിൽ അടുത്ത പണിക്ക് പോകും എന്നേ ഞാൻ പറയൂ. കാരണം ഒരിക്കലും എൻകറേജ് ചെയ്ത് ഒരാളെ ഇതിനകത്ത് തളച്ചിടാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ഉദ്യോഗാർത്ഥികളെല്ലാം അങ്ങനെ പറയുന്നത്. കാരണം അവരുടെ ടൈമാണ് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. 40 വയസ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് കാര്യമുണ്ടോ സാറേ? ഇല്ല. അതിന് മുമ്പ് അപ്പോൾ നമ്മുടെ ആ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സമയം എങ്ങനെ ഉപയോഗിക്കുന്നു? 40 വയസ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയുന്നതല്ല.
40 വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുന്നത് ഏതർത്ഥത്തിലാണെന്നറിയാവോ? അതായത് നേരത്തെ പഠിച്ചു തുടങ്ങി ഒരുപാട് വർഷം കളഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. എന്നാൽ നമ്മൾ 38ാമത്തെ വയസ്സിലാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ 2 വർഷമെങ്കിൽ 2 വർഷം, 3 വർഷമെങ്കിൽ 3 വർഷം. ആ സമയത്ത് പുതിയ ആൾക്കാരോട് പറയുകയാണ് പൂർണ്ണമായിട്ട് എഫർട്ട് ഇടുക. സാറ് പറഞ്ഞ ഉദാഹരണം പോലെ 24ാമത്തെ വയസ്സിൽ LDCയിൽ കയറിയാൽ നിങ്ങളൊരു IASകാരനെക്കാളും വലിയ പവറുള്ള ഒരാളായിരിക്കും എന്ന് ഞാൻ പറയും. അത്രയും വർഷം സർവീസ് കിട്ടും, അത്രയും പ്രൊമോഷൻ കിട്ടും. അത് നമുക്കറിയാം, ഒരുപാട് പ്രൊമോഷൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ചലഞ്ചറിൽ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. എൻ്റെയും വിശാഖ് സാറിൻ്റെയും വിഷ്ണു സാറിൻ്റെയും ഒക്കെ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ കുഴഞ്ഞു പോകുന്ന 3 വിഷയത്തിന് നിങ്ങൾക്ക് സേഫാണ് ഇവിടെ 50 മാർക്ക്. അതിപ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട. സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സാറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഓൺലൈൻ സംവിധാനം PSC തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആളാണ് സാർ. തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ സാറിനെ പറ്റി പറഞ്ഞു തരേണ്ട കാര്യമില്ല, സാറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുപോലെ വിശാഖ് സാറും ഈ സംവിധാനങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ നമ്മൾ കോവിഡിന് ശേഷമാണ് ഈ സംവിധാനങ്ങൾ കുറച്ചുകൂടി. കോവിഡിന് മുമ്പേ നമ്മൾ ഈ മേഖലയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ആ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു പേടിയും വേണ്ട. നിങ്ങൾക്ക് ആശങ്കപ്പെടുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഓക്കെ, 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ മാത്രം. അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, സാറും എക്സ്പീരിയൻസ്ഡ് ആണ്. നല്ല അധ്യാപകരെ തന്നെ നിങ്ങൾക്ക് തരാനാണ്. അതുപോലെ എല്ലാ ക്ലാസ്സും പുതിയതാക്കിയിട്ടുണ്ട്, പഴയ ക്ലാസ്സുകളെല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് കോഴ്സ് എടുക്കാം. കോഴ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. LDC 2020 നടക്കാൻ പോകുന്ന LDC ചലഞ്ചറിനോടൊപ്പം തീരുമാനിക്കുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്റ്റഡി പ്ലാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൈവും ഒക്കെ ആയിട്ട്, മാരത്തോണും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാവും. LDC മിഷൻ 2027 നമ്മൾ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. വീണ്ടും വീഡിയോയിലൂടെ കാണാം. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു, അല്ലേ സാറേ? ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളെല്ലാ ഇനി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നിങ്ങളിൽ പല ഉദ്യോഗാർത്ഥികളും നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കാണാറുണ്ട്. പലരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ എല്ലാ ക്ലാസ്സുകളുടെ നോട്ട്സ് കിട്ടും. അതേപോലെ തന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ചലഞ്ചർ PSC ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. ഒരുപാട് ഫ്രീ സർവീസുകൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾ പോവില്ല. അത്രമാത്രം സൂപ്പർ ഒരു ആപ്പാണ് അത്. ഞങ്ങൾക്കും ഇപ്പോഴും അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അറിയില്ല എന്നുള്ളതാണ് സത്യം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും വരാം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും എടുക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. അപ്പം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് തിരക്കിയെങ്കിലും ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.